കുടുംബ പ്രാർത്ഥനയിലൂടെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയുന്നുണ്ട്. അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, രണ്ടുപേർ യോജിപ്പോടുകൂടി എവിടെ കൂടിയാലും അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനമാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ തന്നിരിക്കുന്നൊരു വാഗ്ദാനമാണ്. അതായത് കുടുംബ പ്രാർത്ഥനയ്ക്ക് മക്കളും അപ്പനോ അമ്മയൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ഒരു ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും എത്രമാത്രം ഒരുങ്ങും, എത്ര പ്രതീക്ഷയോടുകൂടി നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഇനി കുടുംബ പ്രാർത്ഥനയിലൂടെ കർത്താവ് പറയാണ്, കുടുംബ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഇരിക്കുമ്പോൾ അവിടെ ഞാൻ വരികയാണ്, നിങ്ങളുടെ മധ്യത്തിൽ ഞാനുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നാമതായിട്ട് നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. രണ്ടാമതായിട്ട് കർത്താവ് പറയാണ്, ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങൾക്ക്. സക്കറിയ 2:5 കർത്താവ് പറയാണ്, ഞാൻ അതിനു ചുറ്റും അഗ്നിയുടെ കോട്ടയായിരിക്കും, അതിൻ്റെ മധ്യത്തിൽ ഞാനതിൻ്റെ മഹത്വവുമായിരിക്കും. നോക്കിയാൽ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ചുറ്റും, നമ്മുടെ ഭവനത്തിന് ചുറ്റും കർത്താവ് അഗ്നി കൊണ്ടുള്ളൊരു കോട്ടയായിട്ട് നിൽക്കുക. അതിനുള്ളിൽ ആ ഭവനത്തിൽ കർത്താവിൻ്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്നു. എത്ര മനോഹരമാണ്! ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയുടെ സമയങ്ങളിലും തുടർന്നുള്ള സമയങ്ങളിലും ഒരു സ്വർഗം എന്ന് നമ്മുടെ കുടുംബത്തെ വിളിക്കാൻ പറ്റും, ഇല്ലേ? കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ സംരക്ഷണവും. ഇതാണ് 2 ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഭൗതിക അനുഗ്രഹങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കുടുംബ പ്രാർത്ഥനയുള്ള വീട്ടിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ വലിയൊരു പരസ്പര സ്നേഹം നമുക്ക് കാണുവാൻ സാധിക്കും. പരസ്പരം ബഹുമാനിക്കുന്ന അപ്പനെ അമ്മയും ബഹുമാനിക്കുന്ന മക്കളെ ഒത്തിരി സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി നോക്കിക്കാണുന്ന മാതാപിതാക്കൾ, അങ്ങനെയുള്ളൊരു കുടുംബം. ഇനി വലിയൊരു ഐക്യം കാണുവാൻ സാധിക്കും. ഐക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബനാഥനും കുടുംബനാഥയും മക്കളും. കുടുംബ പ്രാർത്ഥനയുടെ ഒരു വലിയ അനുഗ്രഹമാണത്. പിന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും, കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾക്ക് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അത് എല്ലാവരും അറിയാൻ സാധിക്കുന്നു. മക്കൾക്ക് ഇപ്പം കുടുംബനാഥൻ്റെ അപ്പൻ്റെ പ്രശ്നമാണെങ്കിൽ ജോലിയുടെ പ്രശ്നമാകാം, സാമ്പത്തിക പ്രശ്നമാകാം. അത് കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ മക്കൾ കൂടി അറിഞ്ഞ് അവർ കൂടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ വലിയൊരു പരസ്പര സ്നേഹത്തിൽ, പരസ്പര ഐക്യത്തിൽ, പരസ്പരമുള്ളൊരു തുറവി, പരസ്പരം ആശ്വസിപ്പിക്കുവാൻ, ഇതെല്ലാം കുടുംബ പ്രാർത്ഥനയിലൂടെ കുടുംബങ്ങൾക്ക് സാധ്യമാകും.